എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് മുൻ വർഷം ചോദിച്ച ജില്ലാതലം UP വിഭാഗം ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോവുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് UP വിഭാഗത്തിലേക്ക് വരിക. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. കണ്ണീരോർമ്മ അഫീൽ എന്നാണ് ആ പ്രിയപ്പെട്ട കുട്ടിയുടെ മുമ്പിലാണ് ആ ചോദ്യങ്ങൾ തുടങ്ങുന്നത്. സ്കൂളിലെ ഏത് ടീമിലെ താരമായിരുന്നു അഫീൽ? സ്കൂളിലെ ഏത് ടീമിലെ താരമായിരുന്നു അഫീൽ? ഉത്തരം അതെ, നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ആ ഒരു കളി, ഗെയിം. ഉത്തരം ഫുട്ബോൾ. തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസി ഏതാണ്? തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയാണ്. ഉത്തരം അതെ, മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഉത്തരം നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നോക്കാം. The right answer is yes, ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. Then ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അന്ന് ചോദിച്ച ചോദ്യമാണ് 2019. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര അവസാനിച്ചു. ടെസ്റ്റ് പരമ്പരയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒപ്പം 3 ടെസ്റ്റിലുമായി ഇദ്ദേഹം എത്ര റൺസ് നേടി? നിങ്ങൾ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഉത്തരം രോഹിത് ശർമ്മ. അദ്ദേഹം നേടിയ റൺസ് 529 റൺസ്. രോഹിത് ശർമ്മ 529 റൺസ്. ദെൻ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചപ്പോൾ ഡോക്ടർ മിച്ചികിക്കോ ഹാച്ചിയയ്ക്കും ഭാര്യയ്ക്കും പരിക്കേറ്റു. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടി. ഒരു ഡോക്ടറായിരുന്ന അദ്ദേഹം അനുഭവങ്ങൾ പുസ്തകമാക്കി. മിച്ചികിക്കോ ഹാച്ചിയ എഴുതിയ ഹിരോഷിമ ദുരന്തം വിശദമാക്കുന്ന പുസ്തകത്തിന്റെ പേരെന്ത്? മനസ്സിലേക്ക് ഉത്തരം കൊണ്ടുവരിക. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ഉത്തരം ഇതാണ്, ഹിരോഷിമ ഡയറി. ഓക്കെ, ദെൻ ആരാണ് ഇദ്ദേഹം? 1889 ജനനം, മിശ്രഭോജനം, എറണാകുളം ചേറായിൽ സ്മാരകം. ആരാണ് ആ ഒരു വ്യക്തി? ആദ്യ ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ദെൻ മനുഭായ്, മന്ത്രായ്, മനു, ചബിലി എന്നീ വിളിപ്പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? മനുഭായ്, മന്ത്രായ്, മനു, ചബിലി. എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം? ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് ഉത്തരം മണികർണിക. ദെൻ ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയിൽ പോക്കറ്റടിച്ച് ഉടുവസ്ത്രം പോലും പണയമാക്കി വെച്ച കഥാകാരനെ പോക്കറ്റടിക്കാരൻ തന്നെ സഹായിക്കുന്നു. ഏതാണ് ഈ കഥ? ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയിൽ പോക്കറ്റടിച്ച് ഉടുവസ്ത്രം പോലും പണയമാക്കി വെച്ച കഥാകാരനെ പോക്കറ്റടിക്കാരൻ തന്നെ സഹായിക്കുന്ന ആ ഒരു കഥ. ഉത്തരം ഒരു മനുഷ്യൻ. ദെൻ ലോകത്താദ്യമായി ഒഴുകുന്ന ഡയറി ഫാം ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത്? ലോകത്താദ്യമായി ഒഴുകുന്ന ഡയറി ഫാം ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത്? ഏത് രാജ്യത്താണ്? അതേ ഉത്തരം നെതർലാൻഡ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, നെതർലാൻഡ്. ദെൻ ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാൻ 1 ഏത് ഉപകരണമാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാൻ 1 ഏത് ഉപകരണമാണ് എന്നാണ് ചോദ്യം. നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരങ്ങൾ കൊണ്ടുവരിക. ഉത്തരം ഇതാണ്. ശരിയോ തെറ്റോ എന്ന് നോക്കാം. ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. മൂൺ മിനറോളജി മാപ്പർ. ദെൻ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ
സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. സ്വിറ്റ്സർലാൻഡിൽ ആണ് ഈ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഫൈനലിൽ സിന്ധു പരാജയപ്പെടുത്തിയത് നൊസാമു ഒക്കുഹാരയെയാണ്. ഒക്കുഹാരെ ഏത് രാജ്യത്തെ കളിക്കാരിയാണ്, അല്ലെങ്കിൽ ഒക്കുഹാരെ ഏത് രാജ്യക്കാരിയാണ്? ഉത്തരം നമുക്ക് നോക്കാം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ജപ്പാൻ. തുള്ളൽ പലവിധമുണ്ടുലകിൽ. തുള്ളലുകളെ തിരിച്ചറിയാൻ അവയുടെ മുഖത്തെഴുത്തും വേഷവിധാനങ്ങളുമാണ് പ്രധാനം. നിറം തിരിച്ചറിഞ്ഞ് ചേരുംപടി ചേർക്കുക. ഓട്ടൻ മഞ്ഞ, ശീതങ്കൻ വെള്ള, പറയൻ ചാരം, പച്ച എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. നോക്കാം നമുക്ക് ഉത്തരം ഓട്ടൻ പച്ച, ശീതങ്കൻ മഞ്ഞ, പറയൻ ചാരം. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ തനത് പാവകളിയാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ പാവകളിയുടെ പേരെന്താണ്? രാജസ്ഥാനിലെ തനത് പാവകളിയുടെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത് വീഡിയോയിൽ. ഈ പാവകളിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരമാണെങ്കിൽ അതെ, കൽപ്പുത്തലി. അടുത്ത ചോദ്യം, 5 വർഷം മുമ്പ് അച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നിവരുടെ വയസ്സുകളുടെ തുക 75. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? ഓക്കെ, 5 വർഷം മുമ്പ് 75, അപ്പോൾ ഇപ്പോ അവരുടെ വയസ്സുകളുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 95. അടുത്ത ചോദ്യം, എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിത എഴുതിയത് ആരാണ്? എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിത എഴുതിയത്? ഉത്തരം P. മധുസൂദനൻ. വയലിൽ നിന്ന് നെൽക്കതിർ അറുത്തെടുത്ത് തലയിലേറ്റി നിറ പൊലി പൊലി എന്ന് ഉറക്കെ പറഞ്ഞ് വീടിന്റെ മച്ചിൽ നെൽക്കതിർ കെട്ടിത്തൂക്കിയിടും. സമൃദ്ധമായ വിളവിനു വേണ്ടി നടത്തുന്ന ഈ ആചാരമേത്? ഉത്തരം ഇല്ലം നിറ. അടുത്ത ചോദ്യം, 1960 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ തിയോഡർ ബൈമാൻ ആണ് ഇത് ആദ്യമായി സൃഷ്ടിച്ചത്. ഈ സാങ്കേതിക വിദ്യ വിവിധ മേഖലകളിൽ മനുഷ്യർ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നു. തിയോഡർ ബൈമാന്റെ വിഖ്യാതമായ ആ ശാസ്ത്ര സൃഷ്ടി ഏതാണ്? ഉത്തരം നോക്കാം നമുക്ക്. ഉത്തരം ലേസർ. അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞനാണിത്, ഫെർണാഡോ കോർബട്ടോ. ഇദ്ദേഹത്തെ അറിയില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അറിയാവുന്നതാണ്. ഏതാണ് ആ ഒരു കണ്ടുപിടുത്തം? ഉത്തരം കമ്പ്യൂട്ടർ പാസ്വേഡ്. വ്യക്തികളെ തിരിച്ചറിയുക. നമ്മൾ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട 3 വ്യക്തികളാണ്, പ്രശസ്തമായ വ്യക്തികളാണ്. എങ്ങനെയാണ് പ്രശസ്തി ആർജിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 1, 2, 3 എന്നിവ നോക്കുക. ഉത്തരം 1 നൌഷാദ്, തുണിക്കച്ചവടക്കാരൻ. 2 പ്രജ്ഞാൽ പാട്ടീൽ, IAS. അടുത്തത് അഭിജിത്ത് ബാനർജി. ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തിയത്. പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് സാധ്യത ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ ഇൻഫോർമേറ്റീവായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you. Bye-bye.